നല്ല സിനിമ, നല്ലൊരു മൂവിയാണ്. നല്ലൊരു ഫാമിലിയായിട്ട് ധൈര്യമായിട്ട് വന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു മൂവി. എമ്മോൻ്റെ പഴയ സിനിമകൾ പോലെ തന്നെ അത്ര നല്ല ഇതായിട്ട് കോമഡിയൊക്കെ ധാരാളം ഉണ്ട്. നമ്മളെ വെബ് കോമഡിയും സിറ്റുവേഷൻ കോമഡിയും എല്ലാം സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. വിനീത് ശ്രീനിവാസൻ പിന്നെ കൂടെ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവായിട്ട് സിനിമ മൊത്തത്തിൽ നല്ലൊരു സിനിമ. ധൈര്യമായിട്ട് ഈ വൾഗാരിറ്റി അല്ലെങ്കിൽ ഡബിൾ മീനിങ് അങ്ങനെ ഒന്നും ഇല്ലാതെ നമ്മളെ ചിരിപ്പിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻ കോമഡിയും വെർബൽ കോമഡിയൊക്കെയാണ്. വിനീത് സൂപ്പറല്ലേ. വിനീത് കുറേ നാളിന് ശേഷം വിനീതിനെ ഈ ഒരു മുഴുനീള വേഷത്തിൽ കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. അതെ മുകുന്ദൻ ഉണ്ണിക്ക് ശേഷം ഉള്ള നല്ലൊരു. എനിക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തത് കുറച്ച് തമാശകൾ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. അതൊഴിച്ചാൽ മറ്റ് പോസിറ്റീവുകൾ സത്യമായി എനിക്ക് എന്തൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് പേഴ്സണലി വർക്കാവാത്ത സിനിമയാണ്. യങ്സ്റ്റേഴ്സിൻ്റെ ഒരു പടമാണ്. ഇപ്പോഴത്തെ ഒരു യുവാക്കളെ പെണ്ണിട്ടാനൊന്നുമില്ലാതെ അങ്ങനെ കഷ്ടപ്പെടുന്ന അതൊരു കോർ കോൺസെപ്റ്റ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞ രീതിയും എന്താ പറയുക, സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ നമ്മളൊരിക്കലും പ്രേക്ഷകൻ എന്ന രീതിയിൽ എന്നെ പേഴ്സണലി പടത്തിനോട് ക്യാരി ചെയ്തില്ല. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ പടം മോശമാണല്ലോ അല്ലെങ്കിൽ പടം കൊള്ളില്ലെന്നോ അങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല. ഒരു പടത്തിനോട്, ഒരു പടമൊന്നല്ല, ഒരു ആർട്ട് ഫോമിനോടൊന്നും അങ്ങനെ പറയുന്നത് ശരിയല്ല. പേഴ്സണലി എനിക്ക് വർക്കായില്ല എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒപ്പീനിയൻ. പുള്ളി ഒരു നല്ല ആക്ടറാണ്, നല്ല പെർഫോമറാണ്, നല്ല ക്രിയേറ്ററാണ്, നല്ല മേക്കറാണ്. നമ്മളതെല്ലാം പല പടത്തിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഗ്ലിംസസ് നമുക്ക് ഈ പടത്തിനകത്ത് കാണാം. അതല്ലാതെ ടേക്ക് അവേ എന്ന് പറയാൻ പടം ഒരു എന്താ പറയുക, എന്നെ തൃപ്തിപ്പെടുത്തിയില്ല എന്ന് എനിക്ക് തോന്നി. പേഴ്സണൽ ഒപ്പീനിയൻ. വീണ്ടും ഞാൻ പറയുന്നു പേഴ്സണൽ ഒപ്പീനിയൻ. ഒരുപാട് നായകന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, സൈനോരടക്കം. അപ്പോൾ എങ്ങനെയായിരുന്നു എല്ലാവർക്കും ഒരു ക്യാരക്ടർ സ്പേസ് ഉണ്ടായിരുന്നോ, അതോ നായകന്മാരെ കുട്ടി നിറച്ചൊരു സിനിമയായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും? ഞാൻ പറഞ്ഞില്ലേ, വ്യക്തിപരമായ ഒപ്പീനിയൻസാണ് ഈ വരുന്നതല്ല. പടത്തിൻ്റെ ഒരു കാമ്പുണ്ടാവും. ആ കാമ്പിനോട് ട്രാവൽ ചെയ്യിക്കാനുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അവർ എങ്ങനെയാണോ അവരുടെ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻ എന്തോ അത് കഥയെ സാധൂകരിക്കേണ്ട സാധനങ്ങളായിരിക്കും. അങ്ങനെയുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ അല്ലാത്ത മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. സോ രണ്ടും ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ് ഈ സിനിമയ്ക്ക്? നന്നായിട്ട് വന്നിട്ടുണ്ടോ? പ്ലസ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ടോ ഈ ഒരു സിനിമയ്ക്ക്? ഞാൻ പറഞ്ഞില്ലേ, പേഴ്സൺ ടു പേഴ്സൺ വ്യക്തിപരമായ അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒപ്പീനിയാണ്, ഒരാളുടെ മാത്രം സാധനമല്ല. അല്ല, ബ്രോയുടെ സിനിമ കണ്ടിറങ്ങി എന്നൊരു നിലയിൽ ഞാൻ ചോദിക്കുമോ, എങ്ങനെയായിരുന്നു? എനിക്ക് എന്താ ഇങ്ങനെ പറയും, അത് ലൈക്ക് മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പെർഫോമൻസസ് ഓൾ ടുഗെദർ മൂവി എന്ന രീതിയിൽ അതിപ്പോൾ നന്നായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ പെർഫോമൻസ് എത്ര ഗംഭീരമെന്ന് പറഞ്ഞാലും കാര്യമില്ലാതെ നമ്മൾ എന്താ പറയുക, റോങ് ടൈമിൽ ഇറങ്ങിയ സിനിമകൾ പിന്നീട് നമ്മൾ അടിപൊളിയാവുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. സെയിം ഒരു അബദ്ധം, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ചിലപ്പം ആ മൂവിയുടെ ഫേറ്റ്. ഇതങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ശ്രദ്ധിക്കപ്പെടാതെ പോവാം, ശ്രദ്ധിക്കപ്പെടാതിരിക്കാം. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി വർക്കാവാത്ത സിനിമ.